നിങ്ങളിൽ പലരും 50 വയസ്സിന് ശേഷം ഉള്ളവരായിരിക്കാം. അപ്പോൾ എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ എന്നെ കാണാൻ ഭംഗി കുറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ മുഖത്ത് പ്രായത്തിൻ്റെതായിട്ടുള്ള ചുളിവുകൾ വന്നു, അല്ലെങ്കിൽ മുഖത്ത് കറുത്ത പാടുകൾ വരുന്നുണ്ട്, മെലാസ്മ ഒക്കെ പോലുള്ള ചേഞ്ചസ് വരുന്നുണ്ട്, അതുപോലെ ഹോർമോണൽ വ്യതിയാനങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് പലർക്കും പലതാണ് പ്രശ്നങ്ങൾ. അങ്ങനെയൊക്കെയുള്ള കേസസിൽ നമുക്ക് ആയുർവേദത്തിൽ ഫലപ്രദമായിട്ടുള്ള മെഡിസിൻസ്, അതുപോലെ ഫേസ് പാക്കുകൾ, പ്രത്യേകമായിട്ടുള്ള ഫേഷ്യൽസ്, അതുപോലെ ക്രീംസ്, അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്രീംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ 50 വയസ്സിന് ശേഷം നിങ്ങളുടെ ഡെയിലി ലൈഫിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം, എന്തൊക്കെ ഉൾപ്പെടുത്തണ്ട, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം കൂടുതലായിട്ട് ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉൾപ്പെടുത്തുക. കാരണം എന്താണ്, അവയെല്ലാം ആൻറ്റി ഓക്സിഡൻസ് അവയിൽ കൂടുതലായിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ റിച്ച് ആണ്, മിനറൽസ് ഒക്കെ അതിലുണ്ട്. പിന്നെ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഡയബറ്റീസോ അല്ലെങ്കിൽ ലിവർ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഡയബറ്റീസ് ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പേരയ്ക്ക ഒക്കെ പോലുള്ള ഫ്രൂട്ട്സ് ആണ് ഓക്കെ ആയിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം ഏതൊക്കെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വേണം നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ എന്നുള്ളത്. പിന്നെ അതുപോലെ എന്താണ്, ഡെയിലി ഒരു 3/4 മണിക്കൂറെങ്കിലും നടക്കാൻ പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യായാമങ്ങൾ, യോഗ, പ്രാണായാമം, മെഡിറ്റേഷൻ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ചിലർക്ക് ഉറക്കക്കുറവ് കണ്ടുവരാറുണ്ട്. അപ്പോൾ ഉറക്കക്കുറവിനൊക്കെ ശരിക്കും നമ്മൾ കോട്ടുവായി ഇടുന്ന പോലെയൊക്കെ തന്നെയുള്ള യോഗ പ്രാക്ടീസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഉറക്കം വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ചില ടിപ്സുകൾ ഈ പറഞ്ഞ ഓരോ സെക്ഷനിലും ഉണ്ട്. അതായത് യോഗ ആയാലും പ്രാണായാമം ആയാലും മെഡിറ്റേഷൻ ആയാലും ഒക്കെ ഓരോരുത്തരുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് നമുക്ക് സ്പെസിഫിക് ആയിട്ട് നമ്മുടെ അവസ്ഥ അനുസരിച്ചിട്ട് നമുക്ക് ഡോക്ടർ പറഞ്ഞു തരുന്നതാണ്. പിന്നെ അതുപോലെ എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്, അധികമായിട്ടുള്ള ആയാസം, അതുപോലെ അധികമായിട്ടുള്ള വ്യായാമം, അധികമായിട്ടുള്ള യാത്ര, അതുപോലെ അധികമായിട്ടുള്ള ഇമോഷണൽ പ്രശ്നങ്ങൾ. അതായത് ഇപ്പം ഒരാൾക്ക് അധികമായിട്ടുള്ള ദേഷ്യം, അധികമായിട്ടുള്ള സങ്കടം, മറ്റുള്ളവരോട് അധികമായിട്ടുള്ള ഈർഷ്യ, ഇതെല്ലാം എന്താണ്, നെഗറ്റീവ് ഇമോഷൻസ് ആണ്. അപ്പം ആയുർവേദത്തിൽ നമ്മൾ നമ്മുടെ ഷഡ്വൈരികൾ എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മുടെ 6 എനിമീസ് ആണ് ഇവ. അപ്പോൾ ഇവയെല്ലാം ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സമാധാനപരമായിട്ടുള്ള, സന്തോഷപരമായിട്ടുള്ള ഒരു ജീവിതം സാധ്യമാവുകയുള്ളൂ. അപ്പം ഇവയെ ആദ്യം നേരിടാൻ നമ്മൾക്ക് വേണ്ടത് എന്താണ്, ആ ഒരു സമചിത്തത, അതുപോലെ എല്ലാ കാര്യങ്ങളെയും ന്യൂട്രലായിട്ട് കാണാൻ പറ്റുന്ന, അതുപോലെ എല്ലാ കാര്യങ്ങളെയും ഒരു മീഡിയം ലെവലിൽ, മധ്യമ മാർഗം എന്ന് ആയുർവേദത്തിൽ പറയും. ആ ഒരു മനസ്ഥിതിയാണ് നമുക്ക് വേണ്ടത്. അത് തന്നെയാണ് നമ്മുടെ ഒരു വാർദ്ധക്യത്തിലോട്ട് പോകുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത്. കാരണം പല അനുഭവങ്ങളിലൂടെയുമാണ് നമ്മൾ ആ ഒരു പ്രായത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ആകത്തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ്, ഒരു വ്യക്തി ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ ആർജിക്കുന്നു, കുറേ അനുഭവങ്ങൾ ആർജിക്കുന്നു. അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു നന്മയായാലും തിന്മയായാലും എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും എന്താണ്, സമൂഹത്തിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് അവരുടേതായിട്ടുള്ള ഒരു മെസ്സേജ് നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി കൊടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു വ്യക്തിയായി തീരണം എന്നുള്ളതാണ് ഓരോ വ്യക്തിയും സമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ടത്. അപ്പോൾ എന്ന് പറയുന്ന പോലെ അതിനെയും ഒരു ന്യൂട്രലായിട്ട്, അതിനെയും ഒരു മധ്യമ മാർഗത്തിൻ്റെ ഒരു ചിന്തയിലൂടെ കാണുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ജീവിതം സാർത്ഥകമാകുന്നത്.